ചുട്ടുപൊള്ളി കേരളം, വറ്റിവരളുകയാണ് ഓരോ ജില്ലകളും. ഒപ്പം മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ കാലാവസ്ഥയിൽ ഇവിടെ ജീവിക്കാൻ പറ്റാണ്ടായി വരിക. എങ്ങോട്ടേലും നാട് വിടുന്നതാണ് നല്ലത്. ഭാര്യനെയും മക്കളെയും കൂട്ടി എങ്ങോട്ടേലൊക്കെ അങ്ങ് പോയേക്കാം. കുടുംബക്കാരോട് നാട്ടുകാരെ വല്ല ആവശ്യത്തിനാണെന്ന് പറയാം, നാട്ടുകാരോട് വല്ല പേഴ്സണൽ ആവശ്യത്തിനാണെന്നും പറയാം. പിന്നെ പൈസയുടെ കാര്യം അത് ഇച്ചിരി ചർച്ചയാകും. വല്ല സ്പോൺസർ തലയിലും കെട്ടിവെക്കാം, അങ്ങ് അഭിനയിച്ചേക്കാം സ്പോൺസറാന്ന് പറഞ്ഞിട്ട്. അതായിരിക്കും നല്ലത്. അച്ഛാ, നമുക്കിവിടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചൂട് കാരണം ഒരു രക്ഷയില്ലാത്ത ഒരവസ്ഥ. പിന്നെ ഇപ്പൊ വെസ്റ്റ് നൈൽ എന്ന് പറഞ്ഞൊരു പനിയും കൂടെ വന്നിട്ടുണ്ട്. എങ്ങനെ ജീവിക്കും നമ്മൾ ഈ കേരളത്തില്? അത് തന്നെ ഇപ്പൊ അച്ഛനും വിചാരിച്ചേ. TV-ലൊക്കെ ഇപ്പൊ വാർത്ത വന്നോണ്ടിരിക്കുക. നമുക്ക് എങ്ങോട്ടേലും ടൂറ് പോകാം, എന്നിട്ട് ഇതൊക്കെ അങ്ങ് തണുത്തിട്ട് അങ്ങ് തിരിച്ചു വന്നേക്കാം. അതാ നല്ലത്. മാറി നിക്കാന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ അച്ഛാ? അച്ഛനാണെങ്കിൽ പാർട്ടിയോടൊക്കെ പറയണ്ടേ? അത് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എല്ലാവരും അച്ഛന്റെ കൂടെ നിന്ന് തന്നാ മതി. കേരളത്തിന്റെ തലവൻ വിദേശയാത്രയിൽ. കേരള മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനത്തെ ചൊല്ലി വീണ്ടും വിവാദങ്ങൾ. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഇത്തവണത്തെ യാത്ര. ഇന്തോനേഷ്യ, UK, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കാണ് സന്ദർശനമെന്നാണ് അനൌദ്യോഗിക വിവരം. എനിക്കറിയേണ്ടത്, നിങ്ങൾക്കൊരു വാർത്ത കിട്ടാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈ കാര്യം ഒരു ചർച്ചയാക്കുന്നതെന്നാണ്. കാരണം വേണ്ടപ്പെട്ടവരെല്ലാം മുഖ്യമന്ത്രി പോയ കാര്യം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിലരറിയാത്ത ഇപ്പൊ ഞങ്ങളുടെ കുറ്റമല്ലല്ലോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? ഇതിപ്പോ ഇങ്ങനെയായോ? ഇതിപ്പോ പാപിന്റെ കൂടെ ശിവൻ കൂടിയതാണോ, ശിവന്റെ കൂടെ പാപി കൂടിയതാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. നാണയത്തിലെ സിംഹങ്ങളെ പോലെ മുഖം തിരിച്ചിരുന്നവരാ ഇപ്പൊ ദേ രണ്ടും കൂടെ ഒരു പക്ഷത്ത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ സ്പോൺസർ ആരാന്ന്. അതിനകത്തിനാണ് നിങ്ങൾ അറിയുന്നേ. അവരുടെ സ്പോൺസർ ആരേലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? പിന്നെ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മുഖ്യമന്ത്രിന്റെ സ്പോൺസർ ചിലപ്പോ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും സ്പോൺസർ മഹാനെ വെളിച്ചത്ത് കൊണ്ടുവരാത്തത്. മുഖ്യമന്ത്രി പോയത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടപ്പെട്ടവർ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടേത് ശരിയായ പത്രധർമ്മമല്ല. സങ്കുചിത രാഷ്ട്രീയ ബോധമാണ് നിങ്ങൾക്കുള്ളത്. സങ്കുചിത ചിന്തകളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റായ രീതിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാൻ തോന്നുന്നതും. ബെസ്റ്റ്. ഇതിപ്പോ ഞങ്ങളെല്ലാരും കൂടെ മുഖ്യനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട പോലെ ഉണ്ടല്ലോ. കേരളത്തിന്റെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് UK, സിംഗപ്പൂർ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. എന്നിട്ടിപ്പം മാധ്യമ പ്രവർത്തകർ സങ്കുചിതരാണെന്ന് പോലും. കൊള്ളാം. എനിക്ക് പറയാനുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. കുഴൽനാടനെ കുറിച്ച് ചോദിച്ചോ? ഇല്ലല്ലോ. വിജിലൻസ് കോടതിയെ കുറിച്ച് ചോദിച്ചോ? ഇല്ല. എനിക്ക് പറയാനുള്ളതൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് പലതും പറയാനുണ്ടെന്നും അത് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ പറയുന്നത് മാത്രം ഞങ്ങൾ കേട്ടാ മതിയോ? ജനങ്ങൾക്ക് അറിയേണ്ടതിനും കൂടെ ഉത്തരം നൽകണ്ടേ നിങ്ങള്? അതുകൊണ്ടല്ലേ ഞങ്ങൾ പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. എന്നതായാലും മുഖ്യമന്ത്രി പോയത് ഞങ്ങൾക്കൊക്കെ അറിയാം. പ്രമുഖ ചില മാധ്യമങ്ങൾക്കും അറിയാം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ കുറച്ചു പേരെ അറിയാതെ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണില്ലെന്നറിയാം, പ്രത്യേകിച്ച് EP സഖാവിന്. കാരണം ഒരൊടക്ക് വന്നതുണ്ടല്ലോ, അതൊന്ന് ശരിയാക്കണമെങ്കിൽ ഒന്ന് സുഖിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണല്ലോ. അതിന് പറ്റിയ ചാൻസ് ആണല്ലോ ഇത്. ഇപ്പോഴത്തെ ഈ ചൂടും രോഗമൊക്കെ കാരണം കൊണ്ട് പേടിച്ചോടിയതായിരിക്കോ? അതോ ഇനി കോൺഗ്രസിന് വോട്ട് പിടിക്കേണ്ടി വരുമോ എന്ന ജാള്യതയിൽ മുങ്ങിയതായിരിക്കോ? അല്ലെങ്കിൽ ചിലപ്പോ വല്ല പുതിയ ഉടായ്പ ഇറക്കാൻ വേണ്ടി ഓടിപ്പോയതായിരിക്കും. ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല. എല്ലാം നിഗൂഢം.